KM ഹിലാൽ ചേട്ടൻ SFIയുടെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു കോട്ടയത്തിലെ കുറേ കാലം മുമ്പ്. അതേപോലെ പാർട്ടിയിലൊക്കെ ദീർഘകാലം പ്രവർത്തിച്ചൊരു വ്യക്തിയൊക്കെയാണ്. എന്നാൽ ഇന്ന് എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. നമ്മുടെ SFIക്ക് ഉണ്ടല്ലോ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. ശരിക്കും നമ്മുടെ ക്യാമ്പസിലെ രാഷ്ട്രീയത്തെ, കലാലയത്തിലെ രാഷ്ട്രീയത്തെ ഇത്രയും വൃത്തികേടാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കാളികൾ ഈ സംഘടനയാണ്, അതിലെ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നത് തെറ്റാവുമോ? അതുകൊണ്ട് തന്നെയല്ലേ ബിനോയ് വിശ്വം പറയുന്നത് തിരുത്തിയില്ലെങ്കിൽ ബാധ്യതയാകും കേട്ടോ. SFI തിരുത്തിയില്ലെങ്കിൽ അതെ, അയാൾക്ക് പാർട്ടിയെ CPM-നെ തിരുത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്, ബിനോയ് വിശ്വം പറഞ്ഞത്. SFI തിരുത്താൻ, അതെ, SFIയെ തിരുത്തിയില്ലെങ്കിൽ, ഈ വിദ്യാർത്ഥി സംഘടനയെ ഈ രീതിയിൽ ഈ പോക്ക് തിരുത്തിയില്ലെങ്കിൽ ബാധ്യതയാകും. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് തോന്നിയത്. പക്ഷേ അല്ല, അത് ഒരു അർത്ഥസത്യമാണ്. അതായത് SFI ക്യാമ്പസുകളെ മലീമസപ്പെടുത്തി വൃത്തികെട്ട രീതിയിലേക്കൊക്കെ കൊണ്ടുപോയി. അത് ശരിയാണ്. ആ SFI അങ്ങനെ ആ സ്വഭാവം കാണിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ അതിൽ ഒക്കെ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഞാൻ. ചേട്ടന് കുറ്റബോധം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കുറ്റബോധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല കാലഘട്ടത്തിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഏറ്റവും നല്ല സമയത്ത് ഞാൻ ഈ SFIക്ക് CPM-ന് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നെ അറിയാവുന്നവർക്കും അറിയാം, ഈ സംഘടന അറിയാവുന്നവർക്കും അറിയാം. അത് ഞാൻ തിരുത്തിയിട്ടുണ്ട്. എപ്പോഴാണ് തിരുത്തിയതെന്ന് വെച്ചാൽ ഞാൻ SFI വിട്ടതിന് ശേഷമല്ല, അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാനത് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തിരുത്തി നമുക്ക് പോകാൻ കഴിയില്ല. അതിനകത്ത് നിന്നിട്ട് നമ്മൾക്ക് നന്നാക്കി കൊണ്ടുപോകാൻ, ആ സംഘടന നന്നാക്കാനും കഴിയില്ല, നമ്മൾക്ക് നന്നാകാനും കഴിയില്ല അതിനകത്ത് നിന്നതുകൊണ്ട്. അത് വ്യക്തമായപ്പോഴാണ് ഞാൻ സ്വമേധയാ SFIയുടെ ഭാരവാഹി സ്ഥാനം ഒഴിയുന്നതായിട്ട് സമ്മേളനത്തെ അറിയിച്ച്, സമ്മേളനത്തിന് തൊട്ടു മുമ്പുള്ള കമ്മിറ്റി യോഗത്തിൽ എനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് SFIയിൽ നിന്ന് പിന്മാറിയത്. അന്ന് CPM-ൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ട്. അത് ഫ്രാക്ഷൻ കമ്മിറ്റിയിലെ മെമ്പർഷിപ്പാണ്. ആ മെമ്പർഷിപ്പ് പിറ്റേ വർഷം മുതൽ ഞാൻ പുതുക്കിയിട്ടില്ല. പക്ഷെ ഞാനറിയാതെ എൻ്റെ മെമ്പർഷിപ്പ് അവിടുത്തെ പാർട്ടി ഭാരവാഹികൾ പുതുക്കിക്കൊണ്ടിരുന്നു. മെമ്പർഷിപ്പ് പുതുക്കണമെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം, ലെവി അടയ്ക്കണം, മെമ്പർഷിപ്പ് ഫീസും അടയ്ക്കണം. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവരത് മെമ്പർഷിപ്പ് പുതുക്കിക്കൊണ്ടിരുന്നു. എല്ലാ വർഷവും പുതുക്കി, 3 വർഷം അങ്ങനെ പുതുക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2000 ആണ്ടിലെ ഒരു മുനിസിപ്പൽ ഇലക്ഷൻ സമയത്ത് CPM-ൻ്റെ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒരു ശക്തനായ CPM പ്രവർത്തകനും CPM-നെതിരെ കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയത്. അതിലെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അതിനൊരുങ്ങിയത് ആ നാട്ടിലുള്ള CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ, ഒരു സഖാവെന്ന് പറയാൻ കഴിയില്ല, വളരെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആളെ CPM-ലെ ചില നേതാക്കളുടെ ഒത്താശയോടുകൂടി ആ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി 2 മുന്നണികളെയും തമ്മിലടിപ്പിച്ചിട്ട് ജയിപ്പിച്ചെടുക്കാനുള്ളൊരു കളി അവിടെ ഉയർന്നു വന്നു. അപ്പോൾ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരും, 2 ബ്രാഞ്ച് കമ്മിറ്റികളാണ് ആ വാർഡിലുള്ളത്. ആ 2 ബ്രാഞ്ച് കമ്മിറ്റിയിലെയും 26 മെമ്പർമാരിലെ 22 മെമ്പർമാരും ഫുൾ മെമ്പർഷിപ്പുള്ളവർ, അവരും എല്ലാവരും കൂടി അതിനെ എതിർത്തുകൊണ്ട് ഈ CPM-ൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. ഈ പ്രശ്നം തീർക്കാൻ ഇടപെട്ട ആളാണ് ഞാൻ. കാരണം ആ വൃത്തികെട്ടവൻ ഇതിനിടയിൽ കൂടെ മുതലെടുക്കും. അതുകൊണ്ട് അതിന് CPM നല്ല രീതിയിൽ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടപെട്ടത്. പക്ഷേ CPM-നകത്തുള്ളവരുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് ഞാനും കൂടി അതിൽ കക്ഷിയായിട്ട് അവരങ്ങ് പ്രഖ്യാപിച്ചു.
അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന്തയാകാൻ ഞാനില്ല. ഞാൻ നേരിട്ടങ്ങ് ഇറങ്ങുകയാണ്. ഈ സ്ഥാനാർത്ഥിയെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ നോമിനേഷൻ കൊടുത്താൽ അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നേതൃത്വം കൊടുക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ CPMനെതിരായിട്ട് പരസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ സമയത്തും മെമ്പർഷിപ്പ് എനിക്കില്ല എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ CPMൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. SFI ജില്ലാ പ്രസിഡൻറ്റിനെ, മുൻ ജില്ലാ പ്രസിഡൻറ്റിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജില്ലാ സെക്രട്ടറി പത്രപ്രസ്താവന കൊടുത്തു. കമ്മിറ്റി കൂടി തീരുമാനിച്ചതല്ല, പത്രപ്രസ്താവന കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് എന്നെ പുറത്താക്കുക? അകത്തുള്ളവനെയല്ലേ പുറത്താക്കാൻ പറ്റുള്ളൂ, ഞാൻ അകത്തില്ലല്ലോ, എനിക്ക് മെമ്പർഷിപ്പും ഇല്ല, അതെങ്ങനെ പുറത്താക്കുക? അപ്പോൾ പിന്നെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഇതറിഞ്ഞിട്ട് ഉടനെ തന്നെ അന്നത്തെ ഏരിയ നേതാക്കന്മാർ CPMൻ്റെ ഓടി വീട്ടിൽ വരിക. വീട്ടിൽ വന്നിട്ട് ചതിക്കരുത്, ഹിലാലിൻ്റെ മെമ്പർഷിപ്പ് ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് മെമ്പർഷിപ്പ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ അന്വേഷണം വരും, അപ്പോൾ പ്രശ്നമാവും, ഞങ്ങൾക്കാണ് പ്രശ്നം, അതുകൊണ്ട് ആ വക നടപടിയിൽ നിന്ന് ദയവ് ചെയ്ത് പിന്മാറണം. അപ്പം അവരൊക്കെ നമ്മളോട് താല്പര്യമുള്ള സ്നേഹമുള്ളവരായതുകൊണ്ടാണല്ലോ, പാർട്ടിയിൽ എന്നെ പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ എൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവരുടെ ആവശ്യത്തെ. അതുകൊണ്ട് ഞാൻ ആ നടപടികളിലേക്ക് കടന്നില്ല. അതിന് തൊട്ട് മുമ്പ് എന്നെ അനുനയിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ CPM നേതാവിനെ പാർട്ടി ചുമതലപ്പെടുത്തി എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചു. പ്രശ്നം സെറ്റിൽ ചെയ്യാനായിട്ട് ഹിലാൽ മുന്നോട്ട് വരണം, അതുകൊണ്ട് പാർട്ടി വിട്ടു പോകരുത്, പാർട്ടിയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് ഞാൻ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ്, അതിന് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു സെറ്റിൽ ചെയ്യാൻ, ഇത്രയും വഷളായ പ്രശ്നത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ അത് പറ്റില്ല, ഞാനത് പ്രഖ്യാപിച്ചത് ഇവിടെ നടപ്പാക്കും. അത് ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഈ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിരിക്കും. CPMൻ്റെ കോട്ടയായ വാർഡൊന്നും അല്ലത്. അപ്പോൾ പലരെയും നമ്മൾ ഏകോപിപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ തന്നെ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനമൊക്കെ ഏറ്റെടുത്തിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടാണ് ആ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ഈ സ്ഥാനാർത്ഥി ജയിച്ചത്. LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ കെട്ടിവെച്ച കാശ് പോയി. വേറെയും 2 വാർഡുകളുണ്ടായിരുന്നു അതുപോലെ, ആ വാർഡുകളിലും ഞാൻ അവരെ സഹായിച്ചു. അതിൽ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു, മറ്റൊരു സ്ഥാനാർത്ഥി തോറ്റു. ഈ 3 വാർഡിലും LDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോയി. അപ്പോൾ ആ സമയത്താണ് എന്നെ ഔദ്യോഗികമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് തന്നെ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച ആളാണ്. ഞാൻ അല്ലെങ്കിൽ തന്നെയും പാർട്ടി പ്രവർത്തനത്തിന് നടന്നിരുന്നില്ല. SFIയിൽ നിന്ന് ഒഴിവായിട്ട് പാർട്ടി DYFIയുടെ സമ്മേളനമുണ്ട്, അവിടെ പങ്കെടുക്കണം. അപ്പോൾ എനിക്കറിയാം നമ്മുടെ തലയിലേക്ക് ചുമതല വെച്ച് തരാനാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, സമ്മേളനത്തിലൊന്നും പങ്കെടുക്കാൻ പോയില്ല. DYFIയുടെ സംസ്ഥാന സമ്മേളനം അവിടെ നടന്നപ്പോൾ അതിൻ്റെ സഹായ സമിതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഇത്. അതല്ലാതെ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, ഭാരവാഹി സ്ഥാനം ഏറ്റെടുത്തുമില്ല, CPMൻ്റെ മെമ്പർഷിപ്പും പുതുക്കിയില്ല. അങ്ങനെയാണ് ഞാൻ പാർട്ടി വിട്ടത്. അതിന് കാരണം വേറൊന്നുമല്ല, അത് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയ തകർച്ച എന്നിലുണ്ടാക്കിയ നിരാശയാണ് അതിന് കാരണം. കിഴക്കൻ യൂറോപ്യൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഒരു ജീവിതം തന്നെ മടുത്തുപോയി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതായത് 80കളിൽ ക്യാമ്പസുകളിലൊക്കെ മുഖരിതമായ ഒരു മുദ്രാവാക്യമുണ്ട്, കുറേ മുദ്രാവാക്യങ്ങളാണ്. അതിൽ പ്രധാനം ഭൂചക്രവാളം ചുവപ്പാക്കി മാറ്റിയ മാർക്സിസത്തിൻ്റെ അജയ്യ പദങ്ങളിൽ ഈ യുഗത്തിൻ്റെ രഥം തെളിച്ചെത്തുന്ന ധീരസഖാക്കളെ ലാൽ സലാം ലാൽ സലാം. ഭൂചക്രവാളത്തെ ചുവപ്പാക്കി മാറ്റി ആര്? മാർക്സിസം. അതായത് ലോകത്തിൻ്റെ 1/3
അന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഈ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കൊലയോടുകൂടി തകർന്നു പോയതുപോലെ തുടരെയായിട്ട് ഈ പല രാജ്യങ്ങളും കമ്മ്യൂണിസത്തിൽ നിന്ന് വിടുതൽ ചെയ്തു, രക്ഷ നേടുന്ന അവസ്ഥയിലേക്ക്. ചെഷസ്ക്യൂ എന്ന് പറയുന്ന ഭരണാധികാരിയെ ജനങ്ങൾ വാശിക്കുന്നത് ഞാൻ വെടിവെക്കാന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് വെടിവെച്ച് വന്നത് അല്ലേ? തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ. ആര്? സാധാരണ ജനങ്ങളെ അടിച്ചമർത്തി ജനാധിപത്യം തീരെ ഇല്ലാതെ ഫാസിസ്റ്റ് ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് ഭരണങ്ങളായിരുന്നു. ആ ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ ദുരന്തം അനുഭവിച്ച ജനത ഉണർന്നെണീറ്റ് ലോകമെമ്പാടും ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ തുരത്തി, ഭരണാധികാരികളെ തുരത്തി, കൊന്നൊടുക്കി പലരെയും. ചൈനയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. ടിയാനൻമെൻ സ്ക്വയറിൽ അന്നത്തെ ഭരണകൂടം വിദ്യാർത്ഥികളുടെ ദേഹത്ത് ടാങ്ക് കയറ്റി കൂട്ടക്കൊല നടത്തി. എന്നിട്ട് അവരെ അടിച്ചമർത്തി. പക്ഷേ അടിച്ചമർത്തിയിട്ട് പിന്നെ അവർ കമ്മ്യൂണിസം കൊണ്ട് നടന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം എടുത്തിട്ട് ചവറ്റുകൊട്ടയിലിട്ടു. എന്നിട്ട് അവർ മുതലാളിത്ത പാതയിലേക്ക് വന്നു. സോവിയറ്റ് യൂണിയൻ അന്ന് പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്ത് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടുള്ള അദ്ദേഹം തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്ത് പരിഷ്കരണ നടപടികളിലേക്ക് പോയി. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയനും തകർന്നത് അവസാനം. ആ സമയത്ത് ഉണ്ടായ ഒരു ആശയ തകർച്ചയുണ്ട്. അപ്പോൾ അക്കാലം വരെ ഈ തെറ്റായ പ്രവണതകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണുമ്പോൾ എപ്പോഴും സാധാരണ ആളുകളും പാർട്ടി അനുഭാവികളും ഒക്കെ പറയാറുണ്ട്, പാർട്ടിയല്ല, കമ്മ്യൂണിസമല്ല കുഴപ്പം, കമ്മ്യൂണിസ്റ്റുകാരാണ് കുഴപ്പം. അവർ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കാലഘട്ടമായപ്പം ഞാനടക്കമുള്ളവർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? പാർട്ടിക്കാരല്ല കുഴപ്പം, പാർട്ടിയാണ് കുഴപ്പം. ആ ആശയം എന്ന് പറയുന്നത് വളരെ മോശം ആശയമാണ്. കമ്മ്യൂണിസത്തെ ഇപ്പം വെറുക്കുന്നുണ്ടോ? ഇപ്പോൾ കമ്മ്യൂണിസത്തെ എനിക്ക് വെറുപ്പൊന്നുമല്ല, അപ്രായോഗികമായ ഒരു മണ്ടത്തരം. സ്ഥിതി സമത്വ സിദ്ധാന്തം എന്നാണ് കമ്മ്യൂണിസത്തിന് അർത്ഥം പറഞ്ഞ് എന്നെ പഠിപ്പിച്ചത്. സമത്വം എങ്ങനെ സാധ്യമാവും? സമത്വം ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എല്ലാവരും ഒരേപോലെ ഇരിക്കണം. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കണം, എല്ലാവരുടെയും താല്പര്യങ്ങളൊന്നായിരിക്കണം. അത് നടക്കുന്ന കാര്യമാണോ? വൈവിധ്യങ്ങളാണ് പ്രകൃതി നിയമം. ആ വൈവിധ്യങ്ങളെ നിലനിർത്താതെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. സമൂഹത്തിനും പ്രകൃതിക്കുമെല്ലാം നാശം ഉണ്ടാവും ഈ ഒന്നായി കാണാൻ ശ്രമിച്ചാൽ. വ്യത്യസ്തതയാണ് പ്രകൃതിയുടെ നിയമം. വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ സ്വഭാവങ്ങളെയും ശരിയായിട്ട് ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ ഈ പാർട്ടിയുടെ ആശയങ്ങൾ വളരെ അപ്രായോഗികവും മണ്ടത്തരവുമാണ് എന്ന് മനസ്സിലായപ്പോഴാണ് പാർട്ടി വിടാൻ ഞാൻ ഒരുങ്ങിയത്. ഈ ഇടിമുറികളുണ്ടോ SFI ക്യാമ്പസുകളിൽ? ക്യാമ്പസുകളിൽ ഇടിമുറികളെന്ന് പറയുന്ന ഒരു ലോക്കപ്പ് ഒന്നുമില്ല. അല്ല, പക്ഷെ കുറെ നമ്മുടെ ABC ചാനലിൽ തന്നെ കുറെ ആളുകൾ വന്നിരുന്ന് അവരുടെ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഇടിമുറി താൽക്കാലികമായിട്ട് സൃഷ്ടിക്കുന്ന ഹോസ്റ്റലുകളിലെ ഏതെങ്കിലും സഖാക്കൾ താമസിക്കുന്ന, SFIക്കാർ താമസിക്കുന്ന ഒരു മുറിയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നു. അത് ഇടിമുറിയാണെന്ന് അയാൾ ധരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഇടിമുറിയാണെന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. അത് പല സ്ഥലങ്ങളിൽ നമ്മളതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിനെ സഹായിച്ചിട്ടുണ്ട് പല കാലത്തും ആ സമയത്തൊക്കെ. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക മുറിയൊന്നും ഉണ്ടാക്കി വെക്കാനുള്ള മണ്ടത്തരമൊന്നും SFIക്കാർ കാണിച്ചിട്ടില്ല. അതൊക്കെ പ്രശ്നമാകുമെന്ന് അവർക്കറിയത്തില്ല. ആ മുറികൾ അതിനുവേണ്ടി മാത്രമായിട്ടല്ല, ആരുടെയെങ്കിലും ഒരു മുറിയെ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. അത് ഇടിമുറിയായി അറിയപ്പെടുന്നു. അതിന് വിധേയനാകുന്നവർ അതാണ് ഇടിമുറി എന്ന് പറയുന്നു. അവരത് വെളിപ്പെടുത്തുമ്പോൾ, വിളിച്ചു പറയുമ്പം ഇടിമുറികൾ
പ്രത്യേകമുള്ളതാണെന്ന് ആളുകൾ ധരിക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം, അതായത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഈ കടന്നു പോകാത്തൊരു സംഘടനയാണ്, അല്ലെങ്കിൽ അത് ചെയ്യാത്തൊരു സംഘടനയാണ് ഈ SFI എന്ന് നമുക്ക് പറയാം. ഇവർ ഈ ക്യാമ്പസുകളിൽ നടത്തുന്ന ഈ ഒരു അധീശത്വമുണ്ടല്ലോ, ഞങ്ങൾക്കാണ് പവർ എന്ന് പറയുന്നത്, അത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ വളരാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നാണ് ഇന്ന് ചേട്ടൻ പറയുന്നുണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ മാത്രമല്ല, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം, ആ ആശയം മാർക്സ് എംഗൽസ് കൂടി ചേർന്ന് രൂപപ്പെടുത്തി അവതരിപ്പിച്ചതാണ്. അതിനു മുമ്പും അത്തരം ആശയങ്ങളൊക്കെ ഉണ്ട്. അവരിൽ നിന്നെല്ലാം കൂടി ഉൾക്കൊണ്ട അല്ലെങ്കിൽ അതിനെ പരിഷ്കരിച്ച് പ്രത്യേകമായി രൂപപ്പെടുത്തിയ ആശയമാണ് ഈ മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം. അത് ലെനിനിസ്റ്റ്, സ്റ്റാലിനിസ്റ്റ്, മാവോയിസ്റ്റ് പ്രായോഗിക രീതിയിലൂടെയാണ് നടപ്പാക്കിയത്, ഭരണം സാധ്യമാക്കിയത്. ആ രീതി എന്ന് പറയുന്നത്, അതിനകത്ത് എവിടെ ഡെമോക്രസി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഡെമോക്രസിയെക്കുറിച്ച് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടോ? ജനാധിപത്യം എന്നത് ചതിപ്രയോഗമാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ അന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെയൊക്കെ അങ്ങനെ പറഞ്ഞാണ് പഠിപ്പിച്ചത്. ഈ നമ്മുടെ ജനാധിപത്യത്തെ അധിഷ്ഠിതമാക്കി ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയെ 80കളിൽ ക്യാമ്പസുകളിൽ മുഴക്കിയിരുന്ന മുദ്രാവാക്യം എന്തായിരുന്നു? വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ടാറ്റാസ് ബിർലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ, വി വിൽ ബേൺ ഇറ്റ്, വി വിൽ ബേൺ ഇറ്റ്, വി വിൽ ബേൺ ഇറ്റ് സെർട്ടൻലി. അങ്ങനെയാണ് മുദ്രാവാക്യം വിളിച്ചത്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിന് അധിഷ്ഠിതമായ ഈ പ്രക്രിയ, ഈ ഭരണഘടന ചതിപ്രയോഗമാണ്. അത് ടാറ്റായ്ക്കും ബിർളയ്ക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ആരുണ്ടാക്കിയത്? ഈ ഭരണഘടനാ സമിതി. അവർ മുതലാളിത്തത്തിൻ്റെ ഏജൻറ്റുമാരെന്നാണ് പാർട്ടി ക്ലാസ്സുകളിൽ എന്നെയൊക്കെ പഠിപ്പിച്ചത്. നമ്മളതൊക്കെ വിശ്വസിച്ചാണ്. അപ്പോൾ ജനാധിപത്യം അതിൽ കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമല്ല. അത് കമ്മ്യൂണിസം ഭാഗമാക്കാൻ പറ്റുക അല്ലേ? അതായത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ SFIയുടെ പതാകയിൽ എഴുതി വെച്ചു. എന്തിനാണ്? അത് അടവ് നയമാണ്. അത് പറഞ്ഞെങ്കിലേ ഇവിടെ ആളെ കൂട്ടാൻ പറ്റുള്ളൂ. അതിനോട് താല്പര്യം ഉണ്ടായിട്ടല്ല. അത് ഒരിക്കലും അങ്ങനെയല്ല. സ്വാതന്ത്ര്യവും SFIക്കകത്തില്ല, ജനാധിപത്യവും ഇല്ല, സോഷ്യലിസവും ഇല്ല. സോഷ്യലിസം എവിടെയെങ്കിലും ഉണ്ടോ? കുറേ കുട്ടികളുടെ ഒരു കൂട്ടം പേര് SFI ചെയ്യുന്നു അല്ലേ? അല്ല, CPMന് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി അവരാളും അർത്ഥവും നൽകി രൂപപ്പെടുത്തിയ ഒരു പോഷക സംഘടന. CPM എപ്പോഴും പറയും CPMന് പോഷക സംഘടനയില്ല, SFI CPMൻ്റെ പോഷക സംഘടന അല്ല എന്ന്. പച്ചക്കള്ളല്ലേ അത്? അതാർക്കറിയാത്തത്? അങ്ങനെയല്ല. എന്തൊക്കെ പ്രശ്നം വരുമ്പോഴേ ഇത് പറയുള്ളൂ. ഇപ്പോഴവരെ പിണറായി അടക്കം കഴുകാൻ വേണ്ടി പറയുന്നതാണത്. അല്ലാതെ ഒന്നുമല്ല. അല്ലാതെ പോഷക സംഘടന അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുക? CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആരാണ്? പ്രസിഡൻ്റ് ആരാണ്? സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ്, അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ്, കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയുടെ ചുമതലക്കാരായിട്ടുള്ള CPM നേതാക്കന്മാരും SFIയിലെ സീനിയറായിട്ടുള്ള പാർട്ടി മെമ്പർമാരും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടി സബ് കമ്മിറ്റി, ആ സബ് കമ്മിറ്റിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. SFIയുടെ കമ്മിറ്റി അല്ല തീരുമാനം എടുക്കുന്നത്. അത് യൂണിറ്റ് കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെ തീരുമാനിക്കും. അതിനപ്പുറത്തേക്കുള്ള ഘടകത്തിലൊന്നും ഏരിയ സെക്രട്ടറി ഒന്നും തിരഞ്ഞെടുക്കുന്നത് SFIക്കാരല്ല, അത് പാർട്ടിക്കാരാണ്. SFI, DYFI ഒക്കെ പാർട്ടിയുടെ ഉപകരണങ്ങൾ മാത്രമാണ്. സീനിയറായിട്ടുള്ള പാർട്ടിക്കാർ ഇപ്പോഴത്തെ പാർട്ടി അധികാരികളായിട്ടുള്ള പിണറായി വിജയനൊക്കെ അനുകൂലമായിട്ട് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഈ ജൂനിയറായിട്ടുള്ള ഈ പല ആളുകളെ SFIയിലെയും DYFIയുടെ ഒക്കെ നേതാക്കന്മാരായിട്ട് വന്നവന്മാരെ പിടിച്ച് മന്ത്രിമാർ വരെ ആക്കിയിരുത്തി ഒരു ഗൂഢസംഘം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മാത്രം, അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.